രാജ്യത്തിന്റെ പ്രതിപക്ഷം വളരെ വീക്കാണ്. പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി പ്രതീക്ഷയൊന്നുമില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായി 12 വർഷമായി പപ്പു എന്ന് വിളിച്ച് BJP ഹാൻഡിലുകൾ അല്ലെങ്കിൽ BJP ആക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഭരണകൂടത്തിലുള്ള വിശ്വാസവും പ്രതിപക്ഷത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ട് ജൻസികൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലെത്തി. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞതാണ്, പ്രതിപക്ഷത്തിന്റെ കൂടി പരാജയമാണ് ജൻസികൾ. ഭരണപക്ഷത്തിന്റെ പരാജയമുണ്ട്, അത് ഒരു വശത്ത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ കൂടി പരാജയം കൊണ്ടാണ് ജൻസികൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. CJP എന്ന് പറയുന്ന പാർട്ടി പോലും രൂപപ്പെട്ടതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിനും പ്രതിപക്ഷത്തിനും ഉണ്ടായ വലിയ പരാജയമാണെന്ന് പറയുമ്പോൾ ജൻസികൾ പറയുന്നു, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അവർ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ തയ്യാറാകുന്നു. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വരുമ്പോൾ അവർ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ തയ്യാറാകുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നു. ഒരു വശത്ത് ഇതേ ജൻസി പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു തരത്തിലും ഈ പറയുന്ന പാർട്ടികളിലോ ഒരു പാർട്ടിയിൽ വിശ്വാസമില്ല, ഒരു നേതാക്കളെയും വിശ്വാസമില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് അവർ തിരുത്താൻ തയ്യാറാവുകയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിരന്തരമായി കാണുന്നത് അവർ തിരുത്തുകയാണ്. അവർക്ക് ഒരു നേതാവിൽ വിശ്വാസം ഉണ്ടായി തുടങ്ങുന്നു. ആ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഇതിന്റെ അകത്ത് പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ സമരത്തിൽ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പോലും ഒരു അക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടതാണ്, പാർലമെന്റിൽ വരാതെ മുങ്ങി നടന്ന അമിത്ഷാ അവസാന ദിവസം വന്ന് പാട്ടും പാടി ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കാരണവശാലും രാജ്യത്തിലെ ജനങ്ങളോട് മറുപടി പറയാൻ ഒന്നുകിൽ ഉത്തരമില്ലാത്തതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ പാർലമെന്റിലേക്ക് വന്ന് എന്ത് മറുപടി പറഞ്ഞാലും തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവ് BJPക്ക് അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം മൗനം പാലിച്ചത്. എന്നാൽ പെല്ലറ്റ് ആക്രമണം നേരിട്ട ആൾ FIR ഇടണമെന്ന് പറയുമ്പോൾ അതിന് തയ്യാറാകുന്നില്ല പോലീസ്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നിർദ്ദേശം വന്നാലേ തയ്യാറാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരം എവിടെയും എത്താതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ യുവാവിന്റെ ആവശ്യം എവിടെയും എത്താതെ പോകുമ്പോൾ അവിടേക്ക് രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധി 8 മണിക്കൂറോളം അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു, അല്ലെങ്കിൽ സമരം നടത്തുന്നു. FIR ഇടാൻ തയ്യാറാകുന്നു. ഇപ്പൊ രാജ്യത്തിന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ അവിടെ ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഇന്ത്യ സഖ്യമോ അല്ല വിജയിച്ചത്, ജനാധിപത്യമാണ് വിജയിച്ചത്. ഏകാധിപത്യത്തിൽ നിന്ന് വീണ്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോഴും ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന രാജ്യത്ത് വീണ്ടും ജനാധിപത്യത്തിലേക്കുള്ള തിരിച്ചുവരവല്ലേ ഇത്? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഒരു ചേഞ്ച്, ഒരു മാറ്റമാണ്. കാരണം ഒരു തണുപ്പൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം പൊതുവെ ഒരു ഒതുങ്ങി നിൽക്കുന്നു, പ്രതിഷേധിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ആ ആരോപണത്തിൽ നിന്നും മാറി വളരെ കൃത്യമായ വ്യക്തമായ നീക്കത്തിലൂടെ, അതായത് പറയേണ്ട ഒരു പ്രത്യേകമായിട്ട് എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, രാഹുൽ ഗാന്ധി നടത്തുന്നത് മിന്നൽ അറ്റാക്ക് എന്ന് പറയാം. കാരണം മിന്നൽ പരിപാടിയാണ്. പ്രതിഷേധം പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അന്ന് ജന്തർ മന്ദറിലെ സമരത്തോടനുബന്ധിച്ച് വളരെ പെട്ടെന്ന് ഒരു സമരം നടത്തിയിട്ടാണ് അത് വൻ ഇതായല്ലോ. അതോടുകൂടി സമരം പെട്ടെന്ന് തന്നെ രാജിവെക്കുന്ന കാര്യങ്ങളിലേക്കോ അങ്ങനെയൊക്കെ മാറി വൻ പ്രതിഷേധമായിരുന്നു, അറസ്റ്റിലേക്കൊക്കെ നടന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പ്രൊട്ടസ്റ്റ്, അതായത് FIR ഇടാത്തതിന്റെ പ്രതിഷേധം, അതായത് പെല്ലറ്റ് ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റന്റെ ആ സംഭവത്തിലാണല്ലോ. ആ DCP ഓഫീസിൽ കുത്തിയിരിക്കുന്നു. കാരണം ആദ്യം ചർച്ച നടത്തുന്നു, അവർ തയ്യാറാവുന്നില്ല, വീണ്ടും ചർച്ച നടത്തുന്നു, തയ്യാറാവുന്നില്ല. അപ്പൊ അടുത്തത് വേറെ മാർഗമില്ല, ഗാന്ധിയൻ രീതിയിൽ ഉള്ള സമരമാർഗം. സ്റ്റേഷന് മുന്നിൽ അല്ലെങ്കിൽ DCP ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്നു, അനങ്ങുന്നില്ല, എത്ര മണിക്കൂറുകളോളം കുത്തിയിരിക്കുന്നു. അപ്പൊ അവർക്ക് വേറെ മറ്റു നിവൃത്തിയില്ല. കാരണം പെട്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ സമരം രീതി മാറുന്നത്. അതായത് അതുവരെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള സമരത്തിൽ നിന്ന് മാറി പെട്ടെന്നുള്ള അറ്റാക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ നിവൃത്തിയില്ലാതെ അവർ FIR ഇടുന്നു, കാര്യങ്ങളൊക്കെ സ്മൂത്ത്, സംഭവം ഓക്കെ ആയി എന്നാണ് ഉദ്ദേശിച്ചത്. FIR ഇനിയിപ്പം അന്വേഷണം ഏത് രീതിയിൽ പോവില്ലോ എന്നുള്ളതൊക്കെ നമുക്ക് വേറെ കാര്യം. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ആ സമര രീതിയുടെ മാറ്റം വളരെയേറെ ഒരു പ്രത്യേകതയുള്ളതാണ്. ഇപ്പൊ രണ്ടാമത്തെ തവണയാണ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് പറയുന്ന, ഇപ്പൊ പറഞ്ഞല്ലോ, ഈ നീതിയിലെ ഈ മാറ്റം വന്നു എന്ന് പറഞ്ഞില്ലേ, അതായത് ജനാധിപത്യത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നീതിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നുള്ളൊരു വാക്കാണ് രാഹുൽ ഗാന്ധി അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയും കാലം വ്യക്തമായ നീതി ലഭിച്ചിരുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ മാറ്റം വരാൻ പോകുന്നു, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന കൂടി ആയിരിക്കും തന്നത്. അപ്പൊ അമിത്ഷാ ആണെങ്കിലും മോദി ആണെങ്കിലും എല്ലാ ഈ FIR ഇടാനും
അമിത്ഷാ ആണല്ലോ നിയന്ത്രിക്കുന്നത്. അവിടെ ഇടരുത്, മുകളിൽ നിന്നുള്ള ഓർഡർ ഉള്ളത് കൊണ്ടാണ് FIR ഇടാഞ്ഞത്, കേസെടുക്കാഞ്ഞെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് രാഹുൽ സമരത്തിന് തുനിഞ്ഞിറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായത് ഇപ്പോൾ അവസാനം രാഹുലിന്റെ സമരത്തിൽ അമിത്ഷാ മുട്ടുമുടക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അത് കൂടാതെ പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സമര രീതി അരാജക രാഷ്ട്രീയത്തിലേക്കാണെന്നാണ് BJP പറയുന്നത്. അതായത് ഈ ഇങ്ങനെ സമരം ചെയ്യുന്നത് കാരണം പെട്ടെന്നുള്ള അറ്റാക്ക് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ധർണ നടത്തുന്നത് അരാജക രാഷ്ട്രീയമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വന്ദേമാതരത്തിനുള്ള വിവാദത്തിൽ നിന്നൊക്കെയുള്ള ശ്രദ്ധ തിരിക്കാനുള്ള ഈ ഇത്രയും വളരെ എന്താണ് വില കുറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഇപ്പൊ BJP പറയുന്നത്. കാരണം പണ്ടൊക്കെ നേരത്തെ ശക്തമായ രാഹുലിനെതിരെ അഴിഞ്ഞടിച്ചിരുന്നവർക്ക് ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. കാരണം ജനങ്ങൾ രാഹുലിനൊപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അല്ല, പല സ്ഥലത്തും രാഹുൽ ഗാന്ധി യുവാക്കളെ ഒപ്പം നിർത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കും. നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലേക്ക് ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ മിക്ക വരവും നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു കോളേജിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ രാഹുൽ സമയം കണ്ടെത്താറുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ഒരു സമരത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയെടുത്ത ഒരു ട്രസ്റ്റ് ഉണ്ട്. കാരണം ഇപ്പൊ 2 സമരത്തിൽ വേണമെങ്കിലും ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കൊണ്ട് ഉണ്ടാകുന്ന അതൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഉദ്ദേശിച്ച സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു ട്രസ്റ്റ് ആണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിയും എന്നുള്ളത്. എത്ര പപ്പുവെന്നും മറ്റേ എന്തൊക്കെ വിളിച്ചു കഴിഞ്ഞാലും നാണം കെടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടത് ചെയ്യുന്നു എന്ന് തോന്നിക്കു തുടങ്ങിയാൽ ജനങ്ങൾ എന്തായാലും സപ്പോർട്ട് രാഹുലിന് ഉണ്ടാകുന്നതിൽ ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് മറ്റേ ഈ സംഭവം. എല്ലായിടത്തും യുവാക്കൾക്കൊപ്പം നിന്ന്, അതിപ്പോ ഞാൻ പറയുന്ന CJP സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോഴല്ല, അതിനു മുൻപും കേരളത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ വയനാടിന്റെ MP ആയിരുന്നപ്പോഴൊക്കെ വിദ്യാർത്ഥികളെ കാണുന്നു, വിദ്യാർത്ഥികൾക്കൊപ്പം സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി. പിന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് പാറ്റകളെ പോലെയാണ് ഇന്ത്യയിലെ യുവാക്കൾ എന്ന് പറഞ്ഞതിൽ നിന്ന് മാത്രമല്ല, വോട്ട് ചോരി ആരോപണം വന്നപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്, ഈ രാജ്യത്തിനെ രക്ഷിക്കാൻ യുവാക്കൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞതുകൂടി അതിനൊരു പ്രധാന കാരണമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുലിന് പറ്റിയ പണിയല്ല രാഷ്ട്രീയമെന്നും ഫുൾ ടൈം വർക്കാണ് രാഷ്ട്രീയമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം ഏറ്റവും വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് പല കാര്യങ്ങളും തുടങ്ങി വെച്ച് അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ രാഹുൽ ഗാന്ധി എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അത് ഭരണപക്ഷം പോലും എവിടെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും മറുവശത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം രാഹുൽ ഗാന്ധിക്ക് യുവാക്കൾ നൽകുന്നുണ്ട് എങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണ്. അതിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലോ പ്രധാനമന്ത്രി എന്ന അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. യുവാക്കൾക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിയോട് ഒരു പ്രത്യേകതരം സ്നേഹം എല്ലാവർക്കും ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കുമ്പോഴും അമൂൽ ബേബി എന്ന് പറഞ്ഞ് വേട്ടയാടുമ്പോഴും ഒക്കെ രാഹുൽ ഗാന്ധിയോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഇന്ദിരാഗാന്ധിയോട് ഉണ്ടായിരുന്ന ഒരു ആരാധനയിൽ നിന്നൊക്കെ ഉണ്ടായ സ്നേഹം ഉണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ രീതി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. എല്ലാവരോടും സംസാരിക്കാൻ തയ്യാറാകുന്ന, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകുന്ന, യുവാക്കൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്ന ഒരാളെ കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി CJPയുടെ സമരത്തിന്റെ ഇടയിലും ആ സമരത്തെ വേണമെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പറയാം, ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താമെന്ന് പറയുന്നിടത്ത് ഞാൻ അവരെ കേൾക്കാൻ തയ്യാറാണ്, അവർ പറയുന്ന കാര്യം പാർലമെന്റിൽ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ തരത്തിലുള്ള ഒരു സ്വീകാര്യത കിട്ടുന്നത്. മറിച്ച് ഈ സമരത്തെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സമരം തന്നെ പൊട്ടി പാളീസായാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം രാഹുൽ ഗാന്ധിനെ എന്താണ് വിമർശിക്കുമ്പോൾ പറഞ്ഞു വന്നത്, രാഹുൽ എന്ത് ചെയ്താലും ക്ലച്ച് പിടിക്കില്ല, രാഹുൽ എന്ത് സമരം നടത്തിയാലും എല്ലാം ഫ്ലോപ്പ് ആവും, അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞത്. കാരണം വോട്ട് ചോരിയാണെങ്കിലും മറ്റു സംഭവങ്ങളൊക്കെ നടന്നപ്പോഴും ഒക്കെ ആ ഒരു ലെവലിലാണ് രാഹുൽ ഗാന്ധിക്ക് BJP ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താലും ക്ലച്ച് പിടിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ്. അതായത് നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ള ഉത്തരം. പക്ഷെ അപ്പുറത്തുള്ള കാര്യം അറിയാലോ. അല്ല, അതും കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് പോലെ എന്നോട് ചോദ്യം ചോദിക്കൂ, പക്ഷെ എന്നോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ അവരോട് ചോദിക്കാൻ തയ്യാറാണോ എന്ന് മോദി എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോ പെട്ടെന്ന് അവരുടെ മുഖം മാറി. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അവരെ ഭയക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. 1000 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയായ ആൾക്കാർ നിൽക്കുക, പക്ഷെ ആൾ നിന്ന് തരണ്ടേ, എന്നല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ ബാറ്റ്മാൻ ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അത് പോസ്റ്ററിന് മുമ്പ് ചോദിച്ചതാണ് ഈ സംഭവം. അതായത് അതിനുശേഷമാണ് ആ പോസ്റ്റർ വരാൻ കാരണം താങ്കൾ ഒരു ബാറ്റ്മാൻ ആണോ എന്ന് ചോദിക്കുന്നു, അതായത് രക്ഷകനായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ ആണ് എന്നെയും ബാറ്റ്മാനെയും ഒരേ സമയം ഒരു മുറിയിൽ ഒരുമിച്ച് കാണാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടിയാണ് രാഹുൽ ഗാന്ധി കൊടുത്തത്. കാരണം അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ ഈ
സമരം ഈ പ്രൊട്ടസ്റ്റ് നടത്തിയല്ലോ പിന്നെ ഈ DCPയുടെ ഓഫീസിൽ, അപ്പൊ പെല്ലറ്റ് ഗണ്ണിന്റെ ഇഷ്യൂല്. അപ്പൊ അതിനുശേഷം ഡൽഹിയിലാകമാനം ബാനറുകൾ അല്ലെങ്കിൽ എന്താണ് ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലക്സുകളിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പേര് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, അതായത് യഥാർത്ഥ ജീവിതത്തിലെ ബാറ്റ്മാൻ എന്നുള്ളൊരു ക്യാപ്ചർ കൊടുത്തിട്ടാണ് അത് എടുത്തത്. അത് മാത്രമല്ല സൈലന്റ് ഗാർഡിയൻ, അതായത് നിശബ്ദനായ കാവൽക്കാരൻ എന്നുള്ളൊരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കാര്യം പറഞ്ഞാൽ ജാഗ്രതയുള്ള സംരക്ഷകൻ എന്നാണ്. ഈ 3 പേരും രാഹുൽ ഗാന്ധിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലം രാഹുൽ ഗാന്ധി പലതും ഇവിടെ അല്ല, അതിന്റെ അകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. കാര്യം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രീയം നിൽക്കുന്നത്. അതിപ്പോ ഒരു പ്രധാനമന്ത്രിയിലേക്ക് എത്തുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാൽ മറുവശത്ത് ഒരു ഏകാധിപതിയായ ഒരാൾ ഉള്ളപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളൊപ്പം കൂട്ടുന്ന ഒരാൾ ഉണ്ട് എന്ന ബോധ്യം രാജ്യത്തിനുണ്ട്. അതുപോലെ നിലനിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയണം. പല വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി ആദ്യം നന്നായി വിഷയങ്ങൾ കൊണ്ടുവരികയും അതെവിടെയും എത്തിക്കാതെ പോയിട്ടുണ്ട്. അത്തരം ഒരു മണ്ടത്തരം ചെയ്യുകയാണ് എങ്കിൽ ഇതെല്ലാം തകരാൻ ഒരു നിമിഷം മതി.